Good morning students, welcome to this video. Next topic bipolar junction transistor. Okay, BJT. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആണ് പറയാൻ പോകുന്നത്. വളരെ നന്നായിട്ട് ഇത് ശ്രദ്ധിച്ചു പഠിക്കണം. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ or BJT. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ ഷോർട്ട് ഫോം ആണ് BJT എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഫോർത്ത് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ജോയിൻ ചെയ്യുമ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡ് ഫോം ചെയ്യുന്നു പഠിച്ചായിരുന്നു. ഓക്കെ, when a p type and n type semiconductor is joined together, a pn junction or diode is formed. നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും തമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു പി എൻ ജംഗ്ഷൻ അഥവാ ഡയോഡ് ഫോം ചെയ്യും. അത് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ പഠിച്ചു. When a p-type material and n-type semiconductor is joined together, a p-n junction or diode is formed. ഒരു p-type മെറ്റീരിയലും ഒരു n-type മെറ്റീരിയലും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു p-n ജംഗ്ഷൻ അഥവാ ഡയോഡ് ഫോം ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ നമ്മള് അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിനെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴും റിവേഴ്സ് ബയസ് ചെയ്യുമ്പോഴും ഉള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് രണ്ടും ഡിഫറെന്റ് ആണ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴും അതിനെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോഴും ഉള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മള് ട്രാൻസിസ്റ്ററിന്റെ കേസിൽ രണ്ട് പി എൻ ജംഗ്ഷൻ കാണും. ഓക്കെ, ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് രണ്ട് പി എൻ ജംഗ്ഷൻ കാണും. In BJT there are two PN junction. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ രണ്ട് PN ജംഗ്ഷൻ കാണും. ഓക്കെ, ഇനി നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയർ എന്ന് പറയുന്ന ഹോൾ ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ holes are majority carriers and in n-type semiconductor electrons are majority carriers. p-type മെറ്റീരിയലിനകത്ത് ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ. n-type സെമികണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയർ. ഓക്കെ, in p-type semiconductor holes are majority carriers and in n-type semiconductor electrons are majority carriers. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഹോൾസും ഇലക്ട്രോൺസും കണ്ടക്ഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ കേസിൽ കണ്ടക്ഷൻ നടത്തുന്നത് ഹോൾസും ഇലക്ട്രോൺസും ചേർന്നാണ്. ഓക്കെ, ഇൻ BJT ബോത്ത് ചാർജ് കാരിയേഴ്സ് അതായത് ഇലക്ട്രോൺസും ഹോൾസും take part in conduction. അപ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ ഹോൾസും ഇലക്ട്രോൺസും കണ്ടക്ഷന് കാരണമാവുന്നുണ്ട്. ഓക്കെ, ട്രാൻസിസ്റ്ററിൽ BJTക്കകത്ത് ഇലക്ട്രോൺസും ഹോൾസും കണ്ടക്ഷനിൽ പങ്കുചേരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതിന് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന പേര് വന്നത്. അപ്പോൾ ബൈപോളാർ എന്ന പേര് വരാൻ കാരണം ഇലക്ട്രോൺസും ഹോൾസും കണ്ടക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ കണ്ടക്ഷൻ നടക്കുന്നത് ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെയും സഹായത്തോടു കൂടിയാണ്. അങ്ങനെ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സഹായത്തോടു കൂടി കണ്ടക്ഷൻ നടക്കുന്നതിലാണ് ബൈപോളാർ എന്ന പേര് വരുന്നത്. അപ്പോൾ ബൈപോളാർ എന്ന പേര് വരാൻ കാരണം ട്രാൻസിസ്റ്ററിൽ കണ്ടക്ഷൻ നടക്കുന്നത് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സഹായത്തോടു കൂടിയാണ്. അങ്ങനെ രണ്ടെണ്ണത്തിന്റെയും അതായത് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സഹായത്തോടു കൂടി കണ്ടക്ഷൻ നടക്കുന്നതിലാണ് ബൈപോളാർ എന്ന പേര് വരുന്നത്. ഓക്കെ, നമ്മള് ആ പി എൻ ജംഗ്ഷൻ പഠിച്ചപ്പോൾ ഡയോഡ് പഠിച്ചായിരുന്നു. ഡയോഡ് എന്ന പേര് ഡിറൈവ് ചെയ്യുന്നത് ഓക്കെ ഡൈ എന്നും ഓടിൽ നിന്നാണ് ഡയോഡ് വരുന്നത്. ഓക്കെ, ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു, ഓടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ്. ഓക്കെ,
അപ്പോൾ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് 2 ഇലക്ട്രോഡ്സ്. ഓക്കെ, അപ്പോൾ ഡയോഡ് എന്ന നെയിം ഡിറൈവ് ചെയ്ത് വന്നത് ഡൈയിൽ നിന്നും ഓഡിൽ നിന്നുമാണ്. ഓക്കെ, ഡൈ എന്ന് പറഞ്ഞാൽ 2, ഡൈ സ്റ്റാൻഡ്സ് ഫോർ 2 ആൻഡ് ഓഡ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോഡ്. അപ്പോൾ name diode is derived from the fact that it has 2 electrodes. 2 ഇലക്ട്രോഡ് ഉള്ളതാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ്. ഓക്കെ, അതായത് ആനോഡും കാഥോഡും. ഓക്കെ, അപ്പോൾ ഡയോഡ് എന്ന പേര് വന്നത് ഡൈ പ്ലസ് ഓഡിൽ നിന്നാണ്. ഡൈ സ്റ്റാൻഡ്സ് ഫോർ 2, ഓഡ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡും കാഥോഡും. ഓക്കെ, ഇപ്പോൾ ഇതൊരു ട്രാൻസിസ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപോളാർ എന്ന പേര് വരാൻ കാരണം ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ടേക്ക് പാർട്ട് ഇൻ കണ്ടക്ഷൻ. ഓക്കെ, ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ബൈപോളാർ എന്ന പേര് വരുന്നത്. ഓക്കെ, ഇനി ഡയോഡ് എന്ന പേര് ഡിറൈവ് ചെയ്യപ്പെട്ടത് ഡൈ പ്ലസ് ഓഡിൽ നിന്നാണ്. ഡൈ എന്ന് പറഞ്ഞാൽ 2, ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ്. ഓക്കെ.